ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ധന്യനായ യേശു ക്രിസ്തുവിലുള്ള വചനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നാം ഈ നാളുകളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞായിരിക്കുന്ന ഉപമകളെ പറ്റിയാണല്ലോ ചിന്തിച്ചു വരുന്നത്. ഇതിനകം ധാരാളം ഉപമകൾ നമ്മളെ ചിന്തിപ്പാടിയായി തീർന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്തനത്തിനായിട്ട് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള ഭാഗങ്ങൾ. സമയം കുറവായിരിക്കുന്നതുകൊണ്ട് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. വാക്യങ്ങളുടെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. ഇത് അധികം വിഷമമുള്ള വിഷയമല്ല, വേഗത്തിൽ മനസ്സിലാകുന്നതാണ്. എന്നാൽ തന്നെയും ഉപമകളുടെ കൂട്ടത്തിൽ പെടുന്നതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. അധികം സമയം എടുക്കുകയില്ല, വളരെ വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നതായിരിക്കും. നാം ഈ വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ പത്രോസ് കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുക. ആ ചോദ്യം ചോദിച്ചതിന് മറുപടിയായിട്ടാണ് ഇത്രയും ഭാഗത്തുള്ള വിശദീകരണവും അതിനോട് ചേർന്ന് കർത്താവ് പറഞ്ഞായിരിക്കുന്ന ഉപമയും നമുക്കിവിടെ കാണുവാൻ പറ്റുന്നു. ഇവിടെ പത്രോസിൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്താഗതി, ഞാനൊരു മഹാമനസ്കനാണ്, മറ്റുള്ളവരെ പോലെയൊന്നുമല്ല, ഞാൻ വ്യത്യസ്തനാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിരിക്കുന്ന ശ്രമമാണ് പത്രോസ് ഇവിടെ നടത്തുന്നത്. പത്രോസ് ചോദിക്കുകയാണ്, കർത്താവേ, സഹോദരൻ എന്നോട് പിഴച്ചാൽ, എന്നോട് തെറ്റ് ചെയ്താൽ ഞാൻ എത്ര പ്രാവശ്യം അവനോട് ക്ഷമിക്കണം എന്ന് ചോദിക്കുക. എന്നിട്ട് അതിന് മറുപടി അതോട് ചേർന്നുകൊണ്ട് പത്രോസ് പറയുകയാണ്, അവൻ ചോദിച്ച ചോദ്യത്തിന് തന്നെ ഉത്തരമായിട്ട് ഒരു നിർദ്ദേശം കൂടി അങ്ങോട്ട് വയ്ക്കുകയാണ്. അവൻ പറയുകയാണ്, 7 പ്രാവശ്യം മതിയോ എന്ന് ചോദിക്കും. 7 പ്രാവശ്യം മതിയോ? 7 കൂടുതലൊക്കെ എങ്ങനെയാണ് ക്ഷമിക്കുന്നത്? 7 പ്രാവശ്യം മതിയോ? അപ്പോൾ 7 പ്രാവശ്യം ക്ഷമിച്ചിട്ടും ഈ സഹോദരന് എനിക്ക് തെറ്റ് ചെയ്യുവാണെങ്കിൽ, ദോഷം ചെയ്യുവാണെങ്കിൽ എന്ത് പ്രതികാര നടപടിയായിരിക്കും പത്രോസ് ചെയ്യുവാൻ പോകുന്നത്? നമുക്കറിയാം, എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് പത്രോസ്. കാരണം നമുക്കറിയാമല്ലോ, കർത്താവിനെ പിടിച്ചപ്പോൾ ഈ മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടിയ ചരിത്രം നമുക്കറിയാം. അവൻ്റെ കാത് വെട്ടി മാറ്റി. അല്പം മാറിയിരുന്നെങ്കിൽ കഴുത്തിന് വെട്ടുകൊള്ളുമായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ഒരു പരാക്രമശാലിയായിരിക്കുന്ന മനുഷ്യനാണ് പത്രോസ്. അപ്പോൾ എന്തും ചെയ്യാനായിട്ട് മടിക്കുന്ന വ്യക്തിയല്ല പത്രോസ്. റബിമാർ പഠിപ്പിക്കുന്നത്, ഒരാൾ വേറൊരാളിനോട് 3 പ്രാവശ്യം ക്ഷമിക്കണം. ഒരാൾ 3 പ്രാവശ്യം ഒരാളോട് ക്ഷമിക്കണം. വേറൊരു റബി പറഞ്ഞത് 3 പ്രാവശ്യം വരെ ക്ഷമിക്കാം, 4-ാം പ്രാവശ്യം ക്ഷമിക്കാനായിട്ട് പറ്റില്ല. എന്നാൽ നാം ആമോസിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ അവിടെ ആമോസ് പറയുന്നുണ്ട്, 3-ഓ 4-ഓ അതിക്രമം നിമിത്തം ശിക്ഷണ നടപടി ദൈവം നടത്തിയതായിട്ട് ഈ പല ഭാഗത്തായിട്ട് ആമോസിൻ്റെ പ്രവണത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ഷമ 3 പ്രാവശ്യമായിട്ട് ഒതുക്കിയാണ് 4-ാം പ്രാവശ്യം ദൈവം ശിക്ഷണ നടപടി നടത്തിയതായിട്ട് വായിക്കുന്നുണ്ട്. അപ്പോൾ റബിമാരുടെ പഠിപ്പിക്കലും ആമോസിൻ്റെ പ്രവചനവും മറ്റു ചില ഭാഗങ്ങളെല്ലാം കൂടെ പത്രോസിനറിയാം. എന്നാൽ അവിടെ 3 പ്രാവശ്യം എന്നാണ് പറയുന്നത്. ഞാൻ അല്പം കൂടി ക്ഷമിക്കാൻ തയ്യാറാണ്. എത്ര പ്രാവശ്യം വരെ ക്ഷമിക്കാം? 7 പ്രാവശ്യം വരെ ഞാൻ ക്ഷമിക്കാം എന്ത് പറയുന്നു എന്ന് കർത്താവിനോട് ചോദിക്കുക. അപ്പോൾ പത്രോസിൻ്റെ ചിന്താഗതി, ഇത് കർത്താവ് അംഗീകരിക്കും, 7 പ്രാവശ്യം ക്ഷമിച്ചോ എന്ന് പറയുമായിരിക്കും എന്നുള്ള ചിന്തയിലായിരിക്കാം പത്രോസ് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഇവിടെ എന്താ പത്രോസ് ഉദ്ദേശിക്കുന്നത്? ഞാൻ മറ്റുള്ളവരെക്കാട്ടിലും മനസ്സലിയുള്ളവനാണ്, ക്ഷമിക്കുന്നവനാണ്,
മനസ്സ് കാണിക്കുന്നതാണെന്നൊക്കെയാണ് അവന് ഇവിടെ ശ്രമിക്കുന്നത്. അതായത് ഞാൻ സൂചിപ്പിച്ച പോലെ പത്രോസിൻ്റെ ആ ഒരു അഭിപ്രായത്തെ കർത്താവ് മാനിക്കുമെന്നുള്ള ചിന്തയിലായിരിക്കും അവൻ ചോദിച്ചത്. എന്നാൽ കർത്താവ് കൊടുത്ത മറുപടി എന്താണ്? 7 വട്ടമല്ല 70 വട്ടം ക്ഷമിക്കണം. 7 വട്ടം പോരാ, 70 വട്ടം ക്ഷമിക്കണം. അപ്പോൾ 7 × 70 എത്രയായി? 490. 490 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണോ കർത്താവോട് പറഞ്ഞത്? അല്ല. അപ്പോൾ ഈ നിലയിൽ കർത്താവ് 70 വട്ടം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? കർത്താവോട് സ്ഥാപിക്കുന്നത് ഒരു മനുഷ്യനോട്, കൂട്ടു സഹോദരങ്ങളോട്, അതായത് പത്രോസ് പറയുന്നത് സഹോദരൻ എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂട്ടു സഹോദരനോട് ക്ഷമിക്കുന്നതിന് ഒരു പരിധി ഇല്ല എന്ന് കർത്താവോട് അസന്നിഗ്ധമായിട്ട് സ്ഥാപിക്കുകയാണ്. അതിലൊരു തവണ വ്യവസ്ഥയൊന്നുമില്ല എന്ന് കർത്താവോട് പറയുകയാണ്. അപ്പോൾ 7-70 എന്ന് പറയുമ്പോൾ ഈ ആശയം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നാം ഉൽപ്പത്തി പുസ്തകം 4:24 കടന്നു ചെല്ലുമ്പോൾ അവിടെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വിഷയം അവിടെ ഉണ്ട്. നമ്മുടെ ശ്രദ്ധയെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അവിടെ പണ്ഡിതന്മാർ ആ ഭാഗത്തെപ്പറ്റി പറയുന്നത് അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? കായീന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുന്നുവെങ്കിൽ ലാമേക്കിന് വേണ്ടി 70 ഇരട്ടി ചെയ്യും എന്നുള്ളത് പറയുന്നുണ്ട്. 77 ഇരട്ടി. കായീന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുന്നുവെങ്കിൽ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി ചെയ്യും എന്ന് പറയും. എന്നാൽ ആ പറയുന്ന ആ ഭാഗം എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലോട്ട് പരിഭാഷ ചെയ്യുമ്പോൾ, ആ എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലോട്ട് പരിഭാഷ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സെപ്റ്റുജൻറ്റ്. അപ്പോൾ ആ സെപ്റ്റുജൻറ്റിലേക്ക് പരിഭാഷ ചെയ്തപ്പോൾ ആ വാക്യം ഇങ്ങനെയാണ് പരിഭാഷ ചേർത്തിരിക്കുന്നത്: 70 × 7, 70 പ്രാവശ്യം എന്നാണ് ഗ്രീക്കിലോട്ട് പരിഭാഷ ചെയ്തപ്പോൾ കാണുന്നത്. അപ്പോൾ ചിന്തകന്മാർ പറയുന്നത് ഒരുപക്ഷെ കർത്താവ് അത് ഉദ്ദേശിച്ചായിരിക്കാം, അതായിരിക്കും ഇങ്ങോട്ട് ഇവിടെ പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ കൂട്ടു സഹോദരങ്ങളോടുകൂടി ഒന്നിച്ച് കൂടെ നടക്കുന്ന, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരോട് അവരുടെ ഭാഗത്തു നിന്നും ഒരു കുറവുകളോ പരാജയമോ തെറ്റോ എന്തെങ്കിലും സംഭവിച്ചാൽ അവരോട് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയും വെച്ചിട്ടില്ല, ഒരു വ്യവസ്ഥയുമില്ല, അതിനൊരു ഫ്രീക്വൻസി ഒരിക്കലും പറയുന്നില്ല എന്നാണ് ഈ ഭാഗത്തു നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലൗകിക മനുഷ്യരുടെ ചിന്താഗതി എന്ന് പറയുമ്പോൾ, ഈ ഭൗതിക ലോകത്തിൻ്റെ ചിന്താഗതി തെറ്റ് ചെയ്താൽ പരിധിയില്ലാത്ത നിലയിൽ തിരിച്ചടിക്കുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ ആയിരിക്കുന്ന ചിന്താഗതി. എന്നാൽ ദൈവത്തിൻ്റെ ആയിരിക്കുന്ന തത്വം എന്ന് പറയുന്നത് അതിന് വിപരീതമാണ്. ദൈവം പറയുന്നത് എന്താണ്? തിന്മയ്ക്ക് പകരം എന്ത് ചെയ്യില്ല? തിന്മ ചെയ്യരുത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, നന്മയാൽ തിന്മയെ ജയിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആയിരിക്കുന്ന വ്യവസ്ഥിതി. അപ്പോൾ ദൈവജനത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുകയല്ല, മറിച്ച് നന്മ കൊണ്ട് നാം തിന്മയെ ജയിക്കുക എന്നുള്ളതാണ്. സുൻഡോൾ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം എപ്രകാരം എൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്: ഓരോ തവണയും തെറ്റ് ചെയ്യുമ്പോൾ ക്ഷമിക്കുക. അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ കുടുംബ ബന്ധം സന്തോഷകരമായി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല, ഒന്നാമത് പറയുന്നത്. രണ്ടാമത് അദ്ദേഹം പറയുകയാണ്, ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തികരമായ ഒരു സഭ ഒരിടത്തും കാണുവാനായിട്ട് സാധിക്കുകയില്ല. മൂന്നാമത് പറയുകയാണ്, ക്ഷമിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു സംഘടനയോ ഒരു കമ്പനിയോ ഒരിടത്തും നന്നായിട്ട് ഒരിക്കലും പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല. സമ്പൂർണമായതും തികഞ്ഞതുമായ ഒരു വ്യക്തിയെയോ ഒന്നിനെയും കാണുവാൻ നമുക്ക് ഈ ലോകത്തിൽ സാധിക്കുകയില്ല. അപ്പോൾ അദ്ദേഹം അവസാനിപ്പിക്കുന്നത്, സന്തോഷവാനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ക്ഷമിക്കുവാൻ മനസ്സുള്ളവരായി ജീവിക്കുന്നവർ ആയിരിക്കണമെന്ന് ആ എഴുത്തുകാരൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ എപ്പോഴും സന്തോഷത്തോടെ നാം മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ക്ഷമിക്കുക എന്ന് പറയും. ഈ പ്രസംഗിക്കുന്ന എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും നമുക്കെല്ലാവരും പരാജയപ്പെടുന്ന ഒരു മേഖലയാണ്. പലപ്പോഴും ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ക്ഷമിക്കണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം തന്നെയും.
പക്ഷെ അത് നമുക്ക് സാധിക്കുന്നില്ല. കർത്താവ് പറഞ്ഞത് പരിമിതിയില്ലാതെ നമ്മുടെ പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കുവാൻ എന്ന ഒരു ആഹ്വാനമാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ നമ്മൾ ക്ഷമിക്കും തോറും, വേറൊരാളിനോട് ക്ഷമിക്കും തോറും നമ്മുടെ മാറ്റ് വർദ്ധിച്ചു വരിക. ഒരു ചിന്തകൻ പറഞ്ഞത്, നമുക്കൊരിക്കലും ഒരു മൂല്യശോഷണം സംഭവിക്കുകയില്ല. ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് ബോണസ് ഇങ്ങനെ വന്ന് വീണുകൊണ്ട് ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ എത്ര പ്രാവശ്യം നാം ക്ഷമിക്കുന്നുവോ, അത് കുടുംബജീവിതത്തിലായാലും മറ്റുള്ളവരോടായാലും ക്ഷമിക്കും തോറും നമ്മുടെ അക്കൗണ്ടിലോട്ട് ദൈവം ഇങ്ങനെ നമുക്ക് വേണ്ട ആയിരിക്കുന്ന ബോണസ് യഥാസമയത്ത് നൽകിക്കൊണ്ടിരിക്കുക എന്ന് പറയുക. ഇവിടെ നിന്നുകൊണ്ട്, ഈ ഭാഗത്ത് നിന്നുകൊണ്ട് കർത്താവ് ഒരു ഉപമയോടെ പറയുക. അത് 23 മുതൽ 35 വരെയുള്ള ഭാഗത്താണ് കർത്താവ് പറയുന്ന ഉപമ കാണുവാൻ കഴിയുന്നത്. പറയാനുള്ള സാഹചര്യം പത്രോസ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അടുത്തൊരു ഉപമ കർത്താവ് പറയുവാനായിട്ട് അവിടെ ഇടയായിത്തീർന്നത്. ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്, ഒരു രാജാവ് തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർക്കുന്നതായിട്ട് കാണുകയാണ്. ഒരു കണക്കെടുപ്പ് രാജാവ് നടത്തുക. ഇപ്പോൾ രാജാവ് കണക്കെടുത്ത് നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ 10,000 താലന്ത് കടം വീട്ടുവാനുള്ളതായിട്ട് അവിടെ കാണും. ചിന്തകരൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഇത് ടാക്സ് കളക്ട് ചെയ്ത എമൗണ്ടാണ്. ജനങ്ങളിൽ നിന്ന് ടാക്സ് പിരിക്കുന്ന രീതി അന്നുണ്ടായിരുന്നു. ടാക്സ് പിരിച്ചതിൽ നിന്ന് കൊടുക്കാനുള്ളതായിരിക്കുന്ന, രാജാവിന് കൊടുക്കാനുള്ളതായിരിക്കുന്ന പണമാണ് എത്രയാണ്? 10,000 താലന്ത് എന്നാണ് പറയുക. ഈ പുരാതന കാലത്തൊക്കെ ഈ കരം പിടിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അവർ മറ്റുള്ളവരെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവസാനം അവർ സെറ്റിൽ ചെയ്യണം. അവരുടെ ജോലി എന്ന് പറയുന്നത് നികുതി പിരിച്ചിട്ട് രാജാവിന് കൊടുക്കുക. ഇവിടെ രാജാവ് കണക്ക് ബുക്ക് നോക്കിയപ്പോൾ എന്തൊക്കെയോ വെട്ടിപ്പ് നടന്നതായിട്ടവിടെ കാണും. ഒരു മനുഷ്യൻ 10,000 താലന്താണ് കൊടുക്കുവാനുള്ളത്. വലിയ ഭീമാകരമായിരിക്കുന്ന തുകയാണ് അവന് കൊടുക്കുവാനായിട്ടുള്ളത്. അപ്പം ഇത്രയും തുക വീട്ടുവാനായിട്ട് അവരെത്ര ശ്രമിച്ചാലും നടക്കുകയില്ല. അപ്പോൾ ഇത്രയും പൈസ ഒറ്റയടിക്ക് എടുത്തതല്ല, പല ഘട്ടങ്ങളായിട്ട് അവന് ഇങ്ങനെ എടുത്ത രാജാവ് മറന്നു കാണും, ശ്രദ്ധിക്കത്തില്ലായിരിക്കും എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ ഒന്നും അറിയാത്ത രീതിയിലാണ് ഇവൻ മര്യാദക്കാരനായിരുന്നെങ്കിൽ, ഇനി നമുക്ക് ചിന്തിക്കാം, ഇവൻ മര്യാദക്കാരനായിരുന്നുവെങ്കിൽ എപ്പോഴെങ്കിലും രാജാവിൻ്റെ അടുത്ത് പറയണ്ടേ, രാജാവ് ഇത്രയും എമൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്, ഞാനത് തന്നുകൊള്ളാമെന്ന് ഒരു മര്യാദയുള്ളവനാണെങ്കിൽ പറയണ്ടേ? മിണ്ടിയില്ല. അത് രാജാവ് കണക്ക് ബുക്ക് എടുത്ത് നോക്കിയപ്പോഴാണ് ഈ മനുഷ്യൻ ഭയങ്കരമായിരിക്കുന്ന ഒരു തുക കൊടുക്കുക കിടക്കുകയാണ്. ഉടനെ രാജാവ് കൽപ്പിക്കുന്നത് എന്താണ്? അവന് കൊടുക്കുവാനായിട്ട് നിർവാഹമില്ല. ഉടനെ രാജാവ് അവിടെ പറയുകയാണ്, കൽപ്പിക്കുകയാണ്, അവനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ മക്കളെയും അവനുള്ളതിനെല്ലാം വിറ്റ് കടം തീർക്കണം. കൊടുത്തു നോക്കിക്കേ, ഒരു കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത് ഭാര്യയെയും വിൽക്കുകയാണ്, മക്കളെയും വിൽക്കുകയാണ്, വസ്തുവകയെല്ലാം വിൽക്കുകയാണ്. ബൈബിളിൽ ഇങ്ങനെ ചരിത്രമുണ്ട്. നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ ഭാഗത്ത് കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന എന്താണ്? ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഒന്നുമില്ലാത്തവളായി തീർന്നു, കടക്കാർ വന്നിട്ട് 2 മക്കളെ അടിമകളായി പിടിച്ചുകൊണ്ട് പോവുകയാണ്. ആ സമയത്ത് അവിടെ സഹായത്തിനായിട്ട് പ്രവാചകൻ ചെല്ലുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു സമ്പ്രദായം അവിടെ നിലനിൽപ്പുണ്ടായിരുന്നു. നെഹമ്യാവിൻ്റെ കാലത്തും ഇങ്ങനെയുള്ള സംഭവം നടന്നിട്ടുണ്ട്. എന്നാൽ മോശയുടെ ന്യായപ്രമാണം പഠിപ്പിക്കുന്നത് ഒരു സംരക്ഷണം നൽകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു സഹായം, അവിടെ ഒരു ആനുകൂല്യം കൊടുക്കുന്നുണ്ട്. അത് ലേവ്യ പുസ്തകം 25-ന്റെ 39 മുതൽ 41 വരെയുള്ള ഭാഗത്ത് നമുക്ക് അവർക്ക് ലഭിക്കാൻ പോകുന്ന ആനുകൂല്യം, പരിഗണനയെപ്പറ്റി കാണുന്നുണ്ട്. അത് പ്രകാരം നാം വായിക്കുന്നുണ്ട്. അവിടെ നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്നെത്താൻ വിറ്റാൽ അവനെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ പാടില്ല? അടിമ വേല ചെയ്യിക്കാനായിട്ട് പാടില്ല. അവൻ യോവേൽ സംവത്സരം വരെ നിന്നെ സേവിക്കണം. യോവേൽ സംവത്സരം വരെ അവൻ നിന്നെ സേവിക്കണം. യോവേൽ സംവത്സരം എന്ന് പറയുമ്പോൾ 50-ാമത്തെ വർഷം വരെ, അതായത് 49 വർഷം കഴിയുമ്പോൾ അടുത്ത യോവേൽ സംവത്സരം ആരംഭിക്കുക. 7 × 7. അപ്പോൾ യോവേൽ സംവത്സരത്തിൽ സകല അടിമകളെയും പിടിച്ചെടുത്ത സകല വസ്തുക്കളെയും എന്തു ചെയ്യണം? തിരിച്ച് കൊടുക്കണം.
അതാണ് ഈ ലേവ്യ പുസ്തകത്തിലെ പ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യന് എത്ര വയസ്സ് പ്രായമുണ്ടെന്ന് അറിഞ്ഞുകൂടാ, ഭാര്യയ്ക്ക് എത്ര വയസ്സ് പ്രായമുണ്ടെന്ന് അറിഞ്ഞുകൂടാ, മക്കൾക്ക് എത്ര വയസ്സ് പ്രായമുണ്ടെന്ന് അറിഞ്ഞുകൂടാ, യോവേൽ സംവത്സരം എന്ന് ആരംഭിച്ചു എന്നറിഞ്ഞുകൂടാ. എന്തായാലും ഭയാനകമായിരിക്കുന്ന ഒരു സംഭവമാണ് കുടുംബത്തിന് സംഭവിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ ശേഷമേ കിട്ടുവാനായിട്ട് എന്തെങ്കിലും യോഗ്യതയുള്ളൂ. ഇത് അറിഞ്ഞപ്പോൾ ഇവിടെ ഈ ഉപമയിൽ കർത്താവ് സ്ഥാപിക്കുന്നത് പറയുന്നത്, ഈ കടം വീട്ടുവാനുള്ള മനുഷ്യൻ്റെ ഭാര്യയെയും മക്കളെയും സ്വത്തുക്കളെല്ലാം വിറ്റ് അത് മറ്റാർക്കോ വിൽക്കുക. ആ വിറ്റ ശേഷം ആ പണം കൊണ്ട് രാജാവിന് കൊടുക്കാനുള്ള ആയിരിക്കുന്ന കടം വീട്ടുക. ഇങ്ങനെ രാജാവ് ഒരു തീരുമാനമെടുത്തപ്പോൾ എന്ത് ചെയ്യുകയാണ്? ആ മനുഷ്യൻ വന്ന് രാജാവിൻ്റെ കാൽക്കൽ വീഴുകയാണ്. യജമാനനെ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറയുക. എപ്പോഴാണ് പറയുന്നത്? പിടി വീണ് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്. അതുവരെയും അനങ്ങാതെ നടക്കുകയാണ്. അത് ഭാര്യയും മക്കളും വസ്തുക്കളും വിട്ടുപോകും, നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ അന്ന് പറയാൻ രാജാവെ ഞാൻ തന്ന് തീർത്തുകൊള്ളാം എന്ന് പറയുക. എങ്ങനെയാണ് തീർക്കാൻ പോകുന്നത്? ഏത് നിലയിലാണ് ഇത്രയും ഭീമാകാരമായിരിക്കും തുക അവന് കൊടുക്കാൻ പറ്റുന്നത്? ഇൻസ്റ്റാൾമെൻറ്റ് വൈസാണോ, EMI വഴിയാണോ, എങ്ങനെയാണ് കൊടുക്കാൻ തീർക്കുന്നത്? ഒരു പുരുഷായുസ് മുഴുവൻ പണിപ്പെട്ടാലും ഒരിക്കലും ഇത്രയും വലിയ കടം അവന് കൊടുക്കുവാനായിട്ട് പറ്റുകയില്ല. ഇവിടെ എന്താ അവൻ ചെയ്യുന്നത്? കൂടുതൽ സമയം രാജാവിനോട് ചോദിക്കുക. കാൽക്കൽ വീണു കരഞ്ഞു, ഞാൻ അടച്ചുകൊള്ളാം എന്ന് പറയുക. സാവകാശം രാജാവിനോട് ചോദിക്കുക. അപ്പോൾ ഇത് സാധ്യമാകുന്ന വിഷയമല്ല എന്ന് ആർക്കറിയാം? രാജാവിന് അറിയാം. ഈ മനുഷ്യനിൽ രണ്ട് പ്രത്യേകതകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. രണ്ട് പ്രത്യേകത ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഇവൻ തിരിമറി കാണിച്ചതിൻ്റെ ഒരു കുറ്റബോധം പോലും ഇവന് ഇല്ല. ഇത്രയും പണം ഇങ്ങനെ തിരിച്ചു മറിച്ചതിൽ യാതൊരു കുറ്റബോധവും ഇല്ല. ഒറ്റ വാക്കുപോലും അവൻ പറയുന്നില്ല. ഒരു അനുതാപമോ ഒരു രാജാവിനോട് പശ്ചാത്താപമോ ഒന്നും കാണുന്നില്ല. രണ്ടാമത്തെ പ്രത്യേകത ഇവിടെ കാണാൻ കഴിയുന്നത്, അവൻ പിടിക്കപ്പെട്ടു എന്നതിനുള്ളായിരിക്കുന്ന നാണക്കേട്. ഇതുവരെയും മാന്യനായിട്ട് നടക്കുകയായിരുന്നു, പിടിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു നാണക്കേട്. എന്നാൽ ഈ കാലങ്ങളിൽ ഇതുവരെയും ഇങ്ങനെ എൻ്റെ പണം കൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് എന്നൊരു വാക്കുപോലും ആരും രാജാവിനോട് പറഞ്ഞിട്ടില്ല. പിടിവിട് കഴിഞ്ഞപ്പോൾ അവൻ നാണക്കേടായി. ഉടനെ ദൈവത്തിന് അവൻ രാജാവിൻ്റെ അടുത്തോട് ക്ഷമ ചോദിക്കുക. ഇനി നമുക്ക് ചിന്തിക്കണം, ഈ 10,000 താലന്ത് എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. വേദപണ്ഡിതന്മാരതൊക്കെ അതിൻ്റെ എമൗണ്ട് ചേർത്തിരിക്കുന്നത് ഇന്നത്തെ കണക്കനുസരിച്ച് നമ്മുടെ ഇന്നത്തെ പ്രസൻറ്റിൽ അത്രയും താലന്ത് എബ്രായ യഹൂദന്മാരുടെ ആ താലന്ത് കണക്ക് നോക്കുമ്പോൾ ഇന്നത്തെ ഡോളർ അനുസരിച്ച് $10 മില്യൺ. 10 മില്യൺ $. ഒരു ദിനാറി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ ശമ്പളമാണ്. ഒരു ദിനാറി. ഒരു താലന്ത് എന്ന് പറയുന്നത് ഈക്വലൻ്റ് ടു 15 ഇയേഴ്സ് ഓഫ് വേജ്. 15 വർഷത്തെ അധ്വാനിച്ചാൽ കിട്ടുന്ന തുകയാണ് ഒരു താലന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു താലന്ത് എന്ന് പറയുന്നത് 26 മുതൽ 30 വരെയുള്ള കിലോഗ്രാം തൂക്കമുണ്ട്. ഒരു താലന്ത് സിൽവർ, വെള്ളി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചിലർ പറയുന്നത് അവന് 16 മുതൽ 20 വർഷം വരെ അധ്വാനിച്ചെങ്കിൽ മാത്രമേ അത്രയും താലന്ത് സിൽവർ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഇത്രയും കടം ഇവൻ്റെ ജീവകാലത്ത് ഒരിക്കലും കൊടുത്തു വിട്ടുവാനായിട്ട് പറ്റുകയില്ല. കാലിൽ ചെന്ന് വീണതിൻ്റെയും രാജാവിനോട് ചോദിച്ചതിൻ്റെയും കരഞ്ഞതിൻ്റെയും സാവാസം ചോദിച്ചതിൻ്റെയും അടിസ്ഥാനത്തിൽ ഇവൻ്റെ ദുരന്തം മനസ്സിലാക്കി ഇവനെക്കൊണ്ട് ഒരിക്കലും സാധിക്കുന്ന വിഷയമല്ലാന്ന് രാജാവ് മനസ്സിലാക്കിയിട്ട് രാജാവ് മനസ്സലിഞ്ഞ് എന്ത് ചെയ്യുന്നു? അവൻ്റെ കടം ഇളച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ അവനെ വിട്ടയച്ചു, ക്യാൻസൽ ചെയ്തു. അർഹിക്കാത്ത ഒരു ഉപകാരമാണ് ആര് ചെയ്തത്? രാജാവ് ചെയ്തു. ഒരിക്കലും അർഹിക്കുന്നതല്ല. പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിട്ട് രാജാവ് അവനോട് കരുണ കാണിച്ചു. ഇപ്പം നിവൃത്തിയില്ലാത്തവനോട് രാജാവ് ഇവിടെ കരുണ കാണിച്ചു.
ഇവിടെ കടത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേക വാക്കിന് ലോൺ എന്നാണ് എൻ്റെ അർത്ഥം. ലോൺ, അതായത് ആ ലോൺ മുഴുവനും രാജാവ് അങ്ങ് എഴുതിത്തള്ളി കിട്ടാക്കടമായിട്ട് അത് കിടക്കുകയാണ്. നഷ്ടമായി തന്നെ കിടക്കുക. അടുത്ത സമയത്ത് നമ്മുടെ കേരള ഗവൺമെൻറ് ഒരു പുതിയ ബില്ല് അസംബ്ലിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ പുതിയ ബില്ലിൻ്റെ പേര് സിംഗിൾ ഡ്വെല്ലിംഗ് പ്ലേസ് പ്രൊട്ടക്ഷൻ ബിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒറ്റ വാസസ്ഥല സംരക്ഷണ ബിൽ. കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് അവതരിപ്പിച്ചത്, പാസ്സാക്കി. അതായത് ഒരു മനുഷ്യന് ഒരു വീടും അല്പസ്ഥലമേ ഉള്ളെങ്കിൽ എത്ര ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്താലും അവൻ്റെ പ്രോപ്പർട്ടി ഒരിക്കലും ജപ്തി ചെയ്യാനായിട്ട് പാടില്ല. കാരണം അവൻ ആ ഒരു കിടപ്പാടമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ്റെ സർവ്വവും നഷ്ടമായി പോവുകയാണ്. സർവ്വവും എല്ലാം ഒറ്റയടിക്ക് നഷ്ടമാകാൻ പോവുകയാണ്. പക്ഷേ ഇവൻ ചെന്ന് കരഞ്ഞപ്പോൾ അവനോട് രാജാവ് മനസ്സലിഞ്ഞ് അവൻ്റെ കടം മുഴുവനും വീട്ടിക്കൊടുത്തു. അവരൊരിക്കലും പ്രതീക്ഷിക്കുന്ന വിഷയമല്ല, എന്നാൽ പ്രതീക്ഷിക്കാത്തൊരു നന്മ അവന് ലഭിപ്പാടിയായിട്ടു. ഇവിടെ പറയുന്ന മനുഷ്യൻ ഒരു വലിയ ദുരന്തത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഭയാനകമായിരിക്കുന്നൊരവസ്ഥയിൽ നിന്നാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും നഷ്ടപ്പെടേണ്ടവരായിരുന്നു, എല്ലാം നഷ്ടപ്പെടേണ്ടവരായിരുന്നു. എന്ന രാജാവിൻ്റെ ഔദാര്യ നിമിത്തം അവന് രക്ഷപ്പെടായ്പാടിയായിട്ടു. ഈ ഉപമയിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ക്ഷമിക്കുക എന്നുള്ളതാണ്. അതാണ് നാം ചിന്തിച്ചു വരുന്നത്. പത്രോസ് ചോദിച്ചത് എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്നുള്ളതാണ്. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം ക്ഷമിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇതിനകത്ത് മറ്റൊരു വിഷയം കൂടി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വിഷയം കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതെന്ന് പറയുന്നത് നമുക്കാർക്കും ഒരിക്കലും നമ്മുടെ പാപത്തിൻ്റെ കടങ്ങളെ കൊടുത്തു തീർക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല. എത്ര ശ്രമിച്ചാലും, എത്ര ഉന്നതങ്ങൾ ശ്രമിച്ചാലും, എത്ര കാലങ്ങൾ ശ്രമിച്ചാലും നമ്മുടെ പാപത്തിൻ്റെ കടങ്ങളെ കൊടുത്തു തീർക്കുവാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. എന്നാൽ ദൈവസന്നിധിയിൽ വീണ് ദൈവത്തോട് ചോദിച്ചപ്പോൾ, ദൈവസന്നിധിയിൽ കരഞ്ഞപ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ നാം വീണപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? നമ്മുടെ സകല കടങ്ങളെയും കർത്താവ് എഴുതിത്തള്ളി. ഇനി കർത്താവിടെ ദൈവവചനം പറയുന്നത് ആ പാപങ്ങളെ ഇനിയും ഓർക്കുകയുമില്ല എന്നാണ്. മലാക്കിയുടെ പ്രവചനം 7:19 നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: അവരുടെ പാപങ്ങളെ ഒക്കെയും നീ എന്ത് ചെയ്യുന്നു? സമുദ്രത്തിൽ ആഴത്തിൽ ഇട്ടുകളയുന്നു, അവയിനി ഓർക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉപകാരമാണ് അവ നിങ്ങളോട് ചെയ്തത്. നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലോട്ട് അവൻ എറിഞ്ഞു കളഞ്ഞു, അവയെ ഇനി ഓർക്കുകയുമില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ഔദാര്യമാണ്, മനസ്സലിവാണ് അവൻ നമ്മോട് കാണിച്ചത്. എന്നാൽ ഇവിടെ ഈ 77 മുതൽ 35 വരെയുള്ള ഈ ഭാഗത്ത് മറ്റൊരു സംഭവം കൂടി രേഖപ്പെടുത്തിയിരിക്കുക. അതായത് ഇവിടെ കാണുവാൻ കഴിയുന്നത്, കടമെല്ലാം ഇളച്ച് കെട്ടിയ ഈ മനുഷ്യൻ സന്തോഷവാനായിട്ട് ഇങ്ങനെ പോകുന്ന വഴിയിൽ അവൻ വേറൊരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യൻ ഇവന് 100 വെള്ളിക്കാശ് കൊടുക്കാൻ ഉണ്ട്. അപ്പോൾ അവൻ ചെയ്തത് എന്താണ്? 100 വെള്ളിക്കാശ് ഇവന് കൊടുക്കാൻ ഉള്ളവനെ കണ്ടപ്പോൾ, 100 വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ $4.28, നമ്മുടെ ഇന്ത്യൻ മണി, ഇന്നത്തെ ഇന്ത്യൻ മണി 379 രൂപ, അത്രയേ ഉള്ളൂ കൊടുക്കാൻ. ആ 379 രൂപ ഇന്ത്യൻ മണി ആണെങ്കിൽ, അതായത് 100 വെള്ളിക്കാശ് മാത്രമേ കൊടുക്കാറുള്ളൂ. അവനെ കണ്ടപ്പോൾ എന്താ ചെയ്തെന്നറിയാമോ? അവന് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി. ഓർത്ത് നോക്കിക്കേ, $10 മില്യൺ കൊടുക്കാനുള്ളവൻ്റെ മുഴുവൻ അടച്ചു കൊടുത്തപ്പോൾ 375 രൂപ മാത്രം കേവലമുള്ള അവനെ കയറി പിടിച്ച് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി. കൊടുത്ത് നോക്കി ഇവൻ്റെ മനസ്സ്. അപ്പോൾ ഇവനെ എന്താ വിളിക്കേണ്ടത്? നമുക്ക് ഇവൻ്റെ മനസ്സും ഇവൻ്റെ ചിന്താഗതിയും വിശ്വാസിയാണെന്നൊക്കെയാണ് നടിക്കുന്നത്, പക്ഷെങ്കിൽ കയ്യിലിരിപ്പ് ശരിയല്ല. കയറി തൊണ്ടയ്ക്ക് പിടിച്ചു. അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്: നിൻ്റെ കടം തീർക്കുക എന്ന് പറഞ്ഞ് അവൻ്റെ കൂട്ടുകാരൻ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ തന്നു തീർക്കും എന്ന് അവനോട് അപേക്ഷിച്ചു. ഇവനും അതുപോലെ തന്നെ പറഞ്ഞു, ഞാൻ തന്നു തീർത്തുകൊള്ളാം, ചെറിയ എമൗണ്ടാണ്, തന്നു തീർത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് കേൾക്കാൻ മനസ്സില്ല. 2 കാര്യങ്ങൾ അവൻ ചെയ്യുകയാണ്. കയ്യേറ്റം ചെയ്യുന്നു, അവനെ പിടിച്ച് തടവിലുമാക്കി.
ലോക്കപ്പിലിട്ടു. എന്നിട്ട് അവനെ അത് കൊടുത്തെങ്കിൽ മാത്രമേ അവനെ പുറത്തു വിടുകയുള്ളൂ. അവൻ കൊടുത്തു തീർക്കുവോളം അവനെ തടവിലിട്ടു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഈ കയ്യേറ്റം ചെയ്താലിക്കുന്ന ഈ മനുഷ്യന് നാം ചിന്തിച്ചത് എത്രയാണ്? 10,000 താലന്ത് രാജാവിന് കടം വിട്ടാനുള്ളത് ഇളച്ചു കിട്ടി. എന്നാൽ 100 വെള്ളിക്കാശ് കൊടുക്കാനുള്ള മനുഷ്യനോട് ഇവൻ എന്ത് കാണിക്കുന്നില്ല? അനുകമ്പ കാണിക്കുന്നില്ല. ഇവനോട് വളരെ മോശമായി പെരുമാറുകയാണ്, പരോക്ഷമായി പെരുമാറുകയാണ്. അവനെ അവസാനം തടവിലും ഇടുകയാണ്. ഇനി ഒരു കാര്യം ചിന്തിക്കണം, ലീഗൽ പോയിൻ്റ് ഓഫ് വ്യൂ. ലീഗലി ചിന്തിക്കുമ്പോൾ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കടം വിട്ടാനുള്ളതുകൊണ്ട് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടു എന്ന് പറയുന്നത് റൈറ്റാണ്. എന്നാൽ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇവ കാണിച്ചത് തെറ്റുമാണ്. കാരണം വലിയ എമൗണ്ട് അവന് രാജാവ് ഇളവ് കൊടുത്തപ്പോൾ അവനും തിരിച്ചങ്ങനെ കാണിക്കേണ്ടേ? അത് ധാർമ്മികതയാണ്. വാസ്തവത്തിൽ അവർ രണ്ടുപേരും കടക്കാരാണ്. ആദ്യത്തെ മനുഷ്യനും രണ്ടാമത് പറയുന്നവരും തുല്യ ആൾക്കാരാണ്, തുല്യ അവസ്ഥയിലുള്ളവരാണ്. രണ്ടുപേരും കടം വിട്ടാനായിട്ട് ഉള്ളവരാണ്. ഒരാൾ വലിയ ഭീമാകരമായിരിക്കുന്ന എമൗണ്ടും വേറൊരാൾ ചെറിയ എമൗണ്ടുമേ ഉള്ളൂ. രണ്ടുപേരും കടം വിട്ടുവാനുള്ളവരാണ്. ഒരാളോട് രാജാവ് പൂർണ്ണമായിട്ട് ക്ഷമിക്കുകയാണ്. എന്നാൽ ക്ഷമിച്ച് കിട്ടിയവൻ മറ്റൊരാളിനോട് ക്ഷമിക്കാനായിട്ട് മനസ്സ് വരുന്നില്ല. അവിടെ ക്ഷമിക്കുവാൻ ലാലിക്കുന്ന മനസ്സ് അവനെ കാണിക്കുന്നില്ല. ഇപ്പോൾ ഇവൻ്റെ ഉള്ളിലെ ആ ചിന്താഗതിയും ഇവൻ്റെ മനസ്സും ഇവൻ്റെ അവസ്ഥയും ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയ ദൈവമക്കൾ. ഇവൻ്റെ ചിന്താഗതി എന്താണ്? എന്നോട് മറ്റുള്ളവർ പരിഗണന കാണിക്കണം, മറ്റുള്ളവരെല്ലാം എന്നെ പരിഗണിക്കണം, പക്ഷെ എനിക്ക് ആരോടും തിരിച്ചങ്ങനെ കാണിക്കുവാനായിട്ട് പറ്റുകയില്ല. എന്നോടെല്ലാവരും വിട്ടുവീഴ്ച കാണിക്കണം, ഞാൻ തിരിച്ചങ്ങോട്ട് വിട്ടുവീഴ്ച കാണിക്കുകയില്ല. മറ്റുള്ളവരെല്ലാം എനിക്ക് ചെയ്യണം, പക്ഷെ ഞാൻ ആർക്കും ചെയ്യത്തില്ല. ആ ഒരു ചിന്താഗതി എന്നിൽ നിന്ന് ആർക്കും പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല, പക്ഷെ മറ്റുള്ളവർ എനിക്ക് ചെയ്യണം എന്നുള്ള ആരൊക്കെ ചിന്താഗതി. ഈ രാജാവ് കാണിച്ചതുപോലെയുള്ള ഒരു മഹാമനസ്കത ഇവന് കാണിക്കേണ്ടതല്ലേ? ആണോ അല്ലയോ? അല്ലേ? രാജാവ് അവനോട് വലിയൊരു മനസ്കത കാണിച്ചപ്പോൾ ഇവനും തിരിച്ചങ്ങനെ കാണിക്കേണ്ടതല്ലേ? വലിയൊരു അപമാനത്തിൽ നിന്നല്ലേ ഈ മനുഷ്യൻ കുടുംബം രക്ഷപ്പെട്ടത്? ഇവരെ പിടിച്ചുകൊണ്ട് പോരുന്നെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭയാനമായിരിക്കുന്ന ഒരു അപമാനത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചില്ലേ? രാജാവിൻ്റെ ഔദാര്യം മൂലമല്ലേ ആ കുടുംബം രക്ഷപ്പെട്ടത്? ഭാര്യയും മക്കളെയും സകലത്തെയും പിടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുമ്പോൾ നാണക്കേട് എത്രമാത്രമായിരിക്കും? ഇപ്പോൾ രാജാവ് ചെയ്തതെല്ലാം ആര് മറന്നു? ഈ മനുഷ്യൻ മറന്നു. ചെയ്തതെല്ലാം മറന്നു, സകലവും മറക്കുകയാണ്. നമ്മുടെ കർത്താവ് ഒരിക്കലും ഒരു ഗോൾഡൻ റൂള്, ഒരു സുവർണ നിയമം പറയുന്നുണ്ട്. ഒരിക്കൽ ഞാനത് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ. അത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 7:12 ലൂക്കോസിൻ്റെ സുവിശേഷം 6:31 വായിക്കുന്നുണ്ട്. കർത്താവ് ഇങ്ങനെയാണോ പറയുന്നത്? മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യാം. അതായത് മറ്റുള്ളവർ എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് ഉള്ളിൽ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നാം ആർക്കും ചെയ്യണം, മറ്റുള്ളവർക്കും ചെയ്യാം. അത് ഗോൾഡൻ റൂൾ എന്നാണ് പറയുന്നത്, സുവർണ നിയമം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13:15 വായിക്കുന്ന പ്രകാരമാണ്, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. അപ്പം ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നിങ്ങളും ചെയ്യാം എന്ന് വെച്ചാൽ കർത്താവ് നമ്മോട് ചെയ്തിരിക്കുന്നത് നമ്മുടെ പാപങ്ങളെ പൂർണ്ണമായി ക്ഷമിച്ചു തന്നു എന്നതാണ് അവിടുത്തെ വിഷയം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ പാപങ്ങളെ ക്ഷമിക്കാൻ പറ്റുകയില്ല, എന്നാൽ മറ്റുള്ളവർ നമ്മോട് ചെയ്തായിരിക്കുന്ന തെറ്റുകളെ നമുക്ക് ക്ഷമിക്കുവാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ക്ഷമിക്കുക എന്നുള്ളതായിരിക്കുന്ന വലിയ പ്രിൻസിപ്പിളാണ് കർത്താവ് ഇവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ മനുഷ്യൻ്റെ പെരുമാറ്റ രീതി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. രാജാവ് എന്നിട്ട് ഈ മനുഷ്യനെ വിളിച്ചിട്ട് അവനോട് ചോദിക്കുകയാണ്, നീ എന്നോട് അപേക്ഷിക്കയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. നീ എൻ്റെ അടുക്ക് വന്ന് ചോദിച്ചുകൊണ്ട് കരഞ്ഞതുകൊണ്ട് നിൻ്റെ കടം മുഴുവൻ ഞാൻ ഇളച്ചു തന്നില്ലയോ?
എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് കർത്താവോട് പറയുക. ഞാൻ നിൻ്റെ എല്ലാം ഇളച്ചു തന്നു, പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീയും നിൻ്റെ കൂട്ടുദാസനോട് ഔദാര്യവും ഇളവും കാണിക്കേണ്ടതല്ലയോ എന്നവിടെ ചോദിക്കുകയാണ്. രാജാവ് എന്താണ് അവസാനം ചെയ്തത്? അവസാനം രാജാവ് കോപിഷ്ഠനായിട്ട് കടം തീർക്കും വരെ, കടം അവൻ കൊടുത്തു തീർക്കും വരെ അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചു. ഇളച്ചു കൊടുത്തതായിരുന്നു, പക്ഷെങ്കിൽ ഇങ്ങനെ പെരുമാറിയത് കൊണ്ട് അവനെ എന്ത് ചെയ്തു? അവൻ്റെ കടം അവൻ തീർക്കും വരെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചു, അഥവാ ജയിലിൽ അടച്ചു, അവരെ കസ്റ്റഡി വിടുവാണ്ടിയാകത്തുള്ളൂ. പുറത്ത് നോക്കിയേ, ദൈവത്തിൻ്റെ ആയിരിക്കുന്ന ശിക്ഷാവധി പെട്ടെന്ന് അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. എന്താണ് നമുക്ക് ഈ ഭാഗത്തുനിന്ന് പഠിക്കുവാനായിട്ടുള്ളത്? ഇവിടെ പറയുന്ന ഈ രാജാവ് ആരായിരിക്കും ഇവിടെ പറയുന്ന രാജാവ്? കർത്താവായിരിക്കുന്ന ദൈവത്തെപ്പറ്റിയാണ് രാജാവ് എന്ന് പറയുന്നത്. സകല ദാസന്മാർക്കും, ലോകത്തിലുള്ള സകല ദൈവജനത്തോടും ആ പാപത്തിൻ്റെ വലിയ കടം നമ്മെല്ലാവരും കൊടുത്തു തീർക്കാനുള്ളവരാണ്. വലിയ കടമാണ് നമ്മുടെ മേലുണ്ടായിരുന്നത്. എന്നാൽ രാജാവ്, കർത്താവ് പിതാവാൻ ദൈവം നമ്മോട് മനസ്സലിഞ്ഞ് കൃപയുണ്ടായി കരുണ തോന്നി സകല കടങ്ങളും, നമ്മുടെ സകല കടങ്ങളും കർത്താവ് കൊടുത്തു തീർത്തു. അപ്പോൾ നമ്മോട് അവൻ പൂർണ്ണമായിട്ടും കർത്താവ് ക്ഷമിച്ചു തന്നു. അപ്പോൾ ഇനിയും വേറൊന്നും ചെയ്യുവാനായിട്ടില്ല, പൂർണ്ണമായി നമ്മോട് അവൻ ക്ഷമിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മനസ്സ് ദൈവജനത്തിന് എല്ലാ കാലവും ഉണ്ടായിരിക്കേണ്ടതാണ്. നമുക്കിത് വലിയൊരു സന്ദേശമാണ് കർത്താവ് നൽകുന്നത്. കർത്താവിൻ്റെ ആ മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നാം പലപ്പോഴും കോപിക്കുന്നവരാണ്, പ്രതികാരം ചെയ്യുന്നവരാണ്. ആ ഒരു ടെൻഡൻസി സകല മനുഷ്യരിലുമുണ്ട്. എന്നാൽ അപ്പോഴൊക്കെ ചിന്തിക്കേണ്ടത്, എൻ്റെ ആത്മീയ അവസ്ഥ, എന്നോട് കർത്താവ് എന്താണ് ചെയ്തത്? അപ്പോൾ ആ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോട് നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം. കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ നാമും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. നാം ക്ഷമിക്കുന്നില്ല എങ്കിൽ എന്താണ് അതിൻ്റെ പരിണിതഫലം? ക്ഷമിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ എന്താ പരിണിതഫലം? വലിയൊരു ശിക്ഷാവധി നാം നേരിടാനായിട്ട് പോവുകയാണ്. ഈ മനുഷ്യൻ രക്ഷപ്പെട്ടു, അവൻ സ്വതന്ത്രനായി തീർന്നു, എന്നെ ഇനി ആരും ഇത് ചെയ്യുകയില്ല, എന്നോട് ആരും ചോദിക്കാൻ വരികയില്ല എന്ന ചിന്താഗതി മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെയല്ല, അവൻ മറ്റുള്ളവരോട് അതേ നിലവാരത്തിൽ ക്ഷമിക്കാഞ്ഞതുകൊണ്ട് വലിയ ശിക്ഷ അവന് കൊടുക്കേണ്ടതായിട്ട് വന്നു. കർത്താവിന് മഹത്വമുള്ളതായിട്ട് ഞാൻ പറയട്ടെ, രാത്രിക്കാലം ഞാൻ ഉറപ്പിക്കട്ടെ, പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് അവർ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നാം ക്ഷമിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവരോട് പ്രതികാരം ചെയ്യുവാനായിട്ട് നമുക്ക് പറ്റുകയില്ല. പ്രതികാരം ചെയ്യാൻ പറ്റുകയില്ല. നമുക്ക് ഭാരമുണ്ട്, വേദനയുണ്ട്, ഒരുപാട് നമ്മെ ഹേമിക്കുന്നുണ്ട്, നമ്മെ മതിക്കുന്ന വിഷയങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷെങ്കിൽ അതൊക്കെ ദൈവസേനയിലോട്ട് നമുക്ക് അർപ്പിക്കാം. അതെല്ലാം ദൈവസേനയിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. പത്രോസ് പറഞ്ഞ എന്താണ്? നിൻ്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. നമുക്ക് ഭാരം പ്രയാസമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, നമ്മെ ആരോന്നും പറയാഞ്ഞിട്ടല്ല, നമ്മെ ഉദ്രവിക്കാഞ്ഞിട്ടൊന്നുമല്ല, എല്ലാം നമുക്കുണ്ട്. പക്ഷെങ്കിൽ അതൊക്കെ ദൈവസേനയിലേക്ക് നമുക്ക് പാർന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ നടപടി ദൈവം ഏറ്റെടുത്തോളൂ. നാം ശിക്ഷ വിധിക്കാൻ പോകുന്നുവെങ്കിൽ, നാം ശിക്ഷിക്കുന്നുവെങ്കിൽ, നാം പ്രതികാരം ചെയ്യുന്നുവെങ്കിൽ പിന്നെ ദൈവം ഒരിക്കലും ഇത് ചെയ്യത്തില്ല. കാരണം നാം ചെയ്തു കഴിഞ്ഞു. 2 ശിക്ഷാവധി ദൈവം അനുവദിക്കുന്നില്ല. നാം ശിക്ഷ വിധിക്കുകയാണെങ്കിൽ പിന്നെ ദൈവം ചെയ്യത്തില്ല. അപ്പോൾ ആരാ ശിക്ഷ ചെയ്യേണ്ടത്? വാസ്തവത്തിൽ ദൈവം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ യോഗ്യമായ നിലയിൽ ദൈവം അത് ചെയ്തുള്ളൂ. പക്ഷെ നമുക്ക് ആ വിഷയം ദൈവത്തിലേക്ക് സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കേണ്ട, അങ്ങനെയാണ് നമ്മുടെ ചിന്താഗതികൾ നമ്മൾ കടന്നു പോകേണ്ടത്. 35-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ കാണുന്ന അവസാനം പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. അപ്പം നാം ക്ഷമിക്കുന്നില്ല എങ്കിൽ
അങ്ങനെ തന്നെ സ്വർഗസ്ഥനായ പിതാവ് നമ്മോടും ചെയ്യും. എന്ന് വെച്ചാൽ എന്താണ്? ദൈവവും നമ്മോട് ക്ഷമിക്കത്തില്ല. അപ്പോൾ ഈ ഒരു സ്വഭാവം ഒന്ന് രൂപപ്പെടുത്തിയെടുക്കാം. നമുക്ക് ഓരോരുത്തർക്കും, ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്, നമുക്ക് ആ ഒരു സ്വഭാവം ഒന്ന് റിഫ്രഷ് ചെയ്ത് റിഫൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമായി മുമ്പോട്ട് പോകാൻ കഴിയും. ഈ ഉപമയുടെ എന്താണ് പ്രധാന വിഷയം എന്ന് പറയുന്നത്? കർത്താവ് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഉപമയുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് സഹോദരന്മാർ പരസ്പരം ക്ഷമിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കോപവും ക്രോധവും പകയും പിണക്കവും വെച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ദൈവം പ്രസാദിക്കത്തില്ല. ഒരു കാരണവശാലും അത് കുടുംബജീവിതത്തിലായാലും ഭാര്യ-ഭർത്തൃ ബന്ധത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും പകയും കോപവും ക്രോധവും ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നാം ദൈവത്തെ ആരാധിച്ചാൽ നമ്മുടെ ആരാധനയൊന്നും ദൈവം അംഗീകരിക്കത്തില്ല. ഇങ്ങനെ വന്നു കണ്ടുകെട്ട് പോകാമെന്നല്ലാതെ യാതൊരു പ്രയോജനം ഉണ്ടാകാം, ദൈവത്തിന് പ്രസാദം ഉണ്ടാവുകയും. അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകളിൽ കൂടി പ്രവൃത്തികളിൽ കൂടി ഭാര്യയ്ക്കോ ഭർത്താവിനോ കൂട്ടു സഹോദരങ്ങൾക്കോ കുഞ്ഞുങ്ങൾക്കോ ആർക്കെങ്കിലും ഒരു വേദന ഉണ്ടായിട്ട് നമുക്ക് തോന്നുമെങ്കിൽ നമ്മൾ റെക്ടിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരിക്കലും ഉള്ളിൽ ഹൈഡ് ചെയ്തുകൊണ്ട് അത് സൂക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല നമുക്ക്. അതല്ല ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത്. അതൊരിക്കലും ധാർമ്മികതയല്ല, കർത്താവ് ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പോകുന്നുവെങ്കിൽ കനത്ത ശിക്ഷയാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. ഞാനും നിങ്ങളോട് ക്ഷമിക്കത്തില്ല എന്ന് കർത്താവോട് പറയുക. നിങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ ഞാനും നിങ്ങളോട് ക്ഷമിക്കത്തില്ല. അപ്പോൾ ക്ഷമിക്കത്തില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിയ വിലയാണ് നാം കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ അല്പകാലത്തേക്കേ ഉള്ളൂ നാം ഈ ഭൂമിയിൽ. ഒരു ടെമ്പററി വീസായിൽ വന്നിട്ടുള്ളവരാണ് നാം എല്ലാവരും. അത് തീരും വേഗത്തിൽ. എന്നാൽ അല്പകാലമേ ഉള്ളെങ്കിൽ ആ ഉള്ള സമയങ്ങൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഐക്യത്തോടെ മുമ്പോട്ട് പോകുന്നെങ്കിൽ അതാണ് ധന്യമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പത്രോസിൻ്റെ ചോദ്യത്തിൻ്റെ വിശദീകരണമാണ് ഇവിടെ കർത്താവ് നൽകിയത്. എന്താ പത്രോസ് ചോദിച്ചത്? ഞാൻ എൻ്റെ എൻ്റെ സഹോദരൻ എന്നോട് തെറ്റ് ചെയ്താൽ ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം മതിയോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ വിശദീകരണമാണ് കർത്താവ് പറയുന്നത്. അനന്തമാണ്, അതിന് പരിമിതിയൊന്നുമില്ല. നിങ്ങൾ ക്ഷമിക്കണം, ക്ഷമിക്കുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളോടൊരിക്കലും ക്ഷമിക്കുകയില്ല എന്ന് പറയുക. അഥവാ അതിൻ്റെ അർത്ഥം ക്ഷമിക്കുന്നതിന് ഒരു ഫ്രീക്വൻസി, ഒരു പരിധി ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഉപമയിൽ പറയുന്ന ദാസന് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് ഒരിക്കലും അവന് മനസ്സ് വന്നില്ല. ഒരു ശുദ്ധമായൊരു മനസ്സ് അവനുണ്ടായിരുന്നില്ല. ഒരു പരിവരുത്ത സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ആ മനുഷ്യൻ എന്ന് പറയുന്നു. 2 വാക്യങ്ങളുടെ ഞാൻ സൂചിപ്പിക്കാം, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എഫേസ്യ ലേഖനം 4:32 പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിക്കും. വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിക്കും. എന്താണ് ദൈവം നമ്മോട് കാണിച്ചത്? ക്രിസ്തുയേശുവിൽ കൂടി നമ്മോട് അവൻ ക്ഷമിച്ചു തന്നു. നമ്മുടെ കടങ്ങളെ മുഴുവനായി ക്ഷമിച്ചു തന്നു. അവൻ ദയ കാണിച്ചു, മനസ്സലിഞ്ഞ് ക്ഷമിച്ചു തന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ, പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ നിങ്ങളും തമ്മിൽ ക്ഷമിപ്പീൻ. കൊലോസ്യ ലേഖനം 3:12-13 വായിക്കുന്നത്: അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കും. വഴക്കുണ്ടാകാതിരിക്കത്തില്ല, വഴക്കുണ്ടാകും. മനുഷ്യരാകുമ്പോൾ പറയുകയോ എടുക്കുകയോ ചെയ്യും, വഴക്കുണ്ടാകും. പക്ഷെങ്കിൽ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്താ പറയുന്നത്? മനസ്സലിഞ്ഞ് ദയ ഉണ്ടായി താഴ്മ ധരിച്ച് സൗമ്യത ധരിച്ച് ദീർഘക്ഷമ ധരിച്ച് അത് അന്യോന്യം പൊറുക്കുക. വഴക്കുണ്ടാവുകയാണെങ്കിൽ തമ്മിൽ ക്ഷമിക്കുകയും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ എന്ന് പറയുകയാണ്. എത്രയോ വളരെ ചിന്തനീയമായിട്ടുള്ള ഒരു ആശയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ പത്രോസിൻ്റെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമാണ് കിടക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ
നമുക്ക് പ്രാവർത്തികമാക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ക്ഷമയോടായിരിക്കുന്ന ഒരു മനസ്സ്, ക്ഷമിക്കുവാനായിരിക്കുന്ന മനസ്സ്. ഈ ഭാവം ഞാൻ പഠിച്ചു വന്നപ്പോൾ എന്നെ തന്നെ വിലയിരുത്തുവാനിടയായിത്തീർന്നു, എന്നെ തന്നെ പരിശോധിക്കുവാനിടയായിത്തീർന്നു. പലപ്പോഴും നമുക്ക് ആർക്കും ഇല്ലാത്ത ഒരു സ്വഭാവമാണ് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് എന്നെ വളരെ ചിന്തിച്ച വിഷയമാണ്, എന്നെ വളരെ വിസ്പർശിച്ച വിഷയമാണ്. ഞാനും ക്ഷമിക്കുവാനായിട്ട് കടപ്പെട്ട വ്യക്തിയാണ്. നമ്മെല്ലാവരും അന്യോന്യം ക്ഷമിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിക്കാലം വളരെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നാം എല്ലാവരും കുടുംബമാണ്. ഇവിടുത്തെ സ്ഥലസഭ എന്ന് പറയുമ്പോൾ നമ്മളൊരു കുടുംബമാണ്, കുടുംബ അംഗങ്ങളാണ്. ആ നിലയിൽ കർത്താവിനെ ആരാധിക്കാൻ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ യാതൊരു വിധമായിരിക്കുന്ന പകയും കോപവും ക്രോധവും ഉണ്ടാകാതെ അതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ക്ഷമിച്ച് സഹിച്ച് സ്നേഹിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ധന്യമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗത്തു നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.